അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ഓമാന ശുഹദാക്കളെ കുറിച്ച് ഇവിടുന്ന് കളിയാക്കിയത്രേ. അതുകൊണ്ട് നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് തന്നെ ഏറ്റവും വലിയ അപരാധങ്ങൾ പറഞ്ഞവരാ. ഞാൻ ക്ലിപ്പിംഗിലേക്ക് പ്രവേശിക്കുക, ജസ്റ്റ് ഒരു ആമുഖത്തിലേക്ക് കടന്നതാ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അഷ്റഫുൽ ഖൽഖ് എന്ന് പറയാൻ പോലും പാടില്ല എന്ന് ഇവര് പറഞ്ഞു കളഞ്ഞു. എവിടെ എത്തി കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇവർ പറയുന്ന വാചകം ഒരു മുസ്ലിമായ മനുഷ്യന്റെ വായ കൊണ്ട് നാവുകൊണ്ട് പറയാൻ പറ്റാത്ത വാചകങ്ങളാണ്. കെ.വി. അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഇവരുടെ ഏറ്റവും വലിയൊരു മൗലവി അദ്ദേഹം പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. പ്രസംഗിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തന്ത തീർച്ചയായി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരെ ഏറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ, അറിഞ്ഞാല് ഇതാ ആളില്ലേ. നമ്മൾക്കുള്ളതൊക്കെ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും, എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവ ഉണ്ടായതിന്റെ ശേഷം, ആ ദജ്ജാലുണ്ടല്ലോ ഓ ഉണ്ടായതിന്റെ ശേഷം ഉള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായ പറയാറില്ല. ഉള്ളിലുണ്ട്, മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോട് പറയാറുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്ന വാചകങ്ങളാണ്. ഒരാൾ ലോകത്ത് വന്നു എന്നതുകൊണ്ട് വലിയ അനുഗ്രഹങ്ങളൊന്നും ഉണ്ടായി വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെയാണ് നബി എന്നാൽ നബിനെ പറ്റി അഷ്റഫുൽ ഖൽഖൊന്നും കൂടി പറയാൻ പറ്റൂല എന്നപ്പോ അദ്ദേഹം പറയുന്നത്. എന്തൊരു കഷ്ടമാണ്! ഇതിനാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുക. സുഹൃത്തുക്കളെ കേട്ടു നോക്കൂ, അതിനെ ഞാൻ വ്യാഖ്യാനിക്കാൻ പോകുന്നില്ല. ചില ആളുകൾ പറയുന്നത് കട്ടതാണ്. മുഴുവൻ സീഡ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇത്രയും വലിയ മോശപ്പെട്ട പ്രയോഗങ്ങൾ മുഅ്മിനായ ഒരു മനുഷ്യന് പറയാൻ സാധിക്കുമോ? പറയാൻ സാധിക്കുകയില്ല. ആർക്ക് പറയാൻ സാധിക്കും? അല്ലാഹുവിന്റെ റസൂലിൽ പാപം കണ്ട മൗലവിമാർക്ക് കാണാൻ സാധിക്കും, മുജാഹിദുകൾക്ക് പറയാൻ സാധിക്കും, മുനാഫിക്കുകൾക്കും പറയാൻ സാധിക്കും. അതാ ഞാൻ പറയുന്നുള്ളൂ. ഇവരെ കുറിച്ച് മാത്രമൊന്നുമല്ല, മഹാന്മാരായ ഔലിയാക്കളെ കുറിച്ച് എന്തൊക്കെയാണ് ഇവർ പറഞ്ഞു കൂട്ടിയത്. ഒരു ഉദാഹരണം പറയാ. മഹാനായ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി മഹാനവർകളെ കുറിച്ച് വളരെ വില കുറഞ്ഞ പരിഹാസം ഇവരുടെ ഒരു മൗലവി പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടു നോക്കൂ. നിങ്ങൾ നോക്കൂ, അമ്പിയാക്കളുടെ പേര് വളരെ ചെറിയ പേരാണ്. മൂസാ നബി, ഈസാ നബി, ഇവരെ തങ്ങന്മാരെ ഔലിയാക്കന്മാരെ പേര് നോക്കൂ നിങ്ങൾ. എന്തൊക്കെ ഹാജാ മുഹീദ്ദീൻ ചിശ്തിയിൽ അജ്മീരിയിൽ നാഗൂരിയിൽ ബൽബൂരി. ഇദ്ദേഹത്തിന് നാഗൂർ എവിടെയെന്ന് പറയില്ല, അജ്മീർ എവിടെയെന്ന് പറഞ്ഞ അജ്മീരിയിൽ നാഗൂരിയിൽ, പിന്നെ അയാളെ ഭാഗം ഒരു ബൽബൂരി. ബൽബൂരല് മുജാഹിദുകളുടെ പരിപാടിയാണ്, നമുക്കറിയാം. നോക്കൂ നിങ്ങൾ, ഈ രൂപത്തിലുള്ള വൃത്തികെട്ട പ്രയോഗങ്ങളാ അദ്ദേഹം മനസ്സിലാക്കിയതൊക്കെ പേരാണെന്നാ. മൂസാ നബി, ഈസാ നബി ചെറിയ പേരാണ് എന്നോ ഇത് വലിയ പേരാണ്. ഈ സ്ഥാനപ്പേര് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊക്കെ കൂടി പേരാ. ഇതുപോലും അറിയാത്ത അന്തംഗമ്മികളാണ് പ്രസംഗിക്കാൻ വരുന്നത്.